ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ റിതൂട്ടന്റെ ബർത്ത്ഡേ എന്ന അമ്പലത്തിൽ പോയി പോക്കാണ്. ഉറൂന്നിലെ ദേവീക്ഷേത്രത്തിലേക്കാ പോകുന്നത്. എവിടേക്കെങ്കിലും ഒരുങ്ങി ഇറങ്ങുന്ന അവന് വലിയ ഇഷ്ടമാണ്. നല്ല ഏതെങ്കിലും ഡ്രസ് ഇട്ട് കൊടുത്ത അന്നേരെ പറയും പാന്ന്. റിതൂട്ടനെ കൊണ്ട് വെളുപ്പിനെ പോകുന്നതൊക്കെ ടാസ്ക് ആണ്. ഞങ്ങളൊരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അവിടെ അമ്പലം 11 മണി വരെയൊക്കെ ഉണ്ട്. തലേന്ന് രാത്രി ബർത്ത്ഡേ ഡെക്കറേഷൻ എന്നും പറഞ്ഞ് 3 മണി വരെ ഇരുന്നിട്ടുണ്ടായിരുന്നോണ്ട് വല്ലാത്ത ക്ഷീണമുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. റിതുവിന് ഉമ്മാമകളെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വരുമ്പോ വല്ലാത്ത ശാന്തതയാണ്. അല്ലെങ്കിൽ ഏത് അമ്പലത്തിൽ പോയാലും നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകുമല്ലോ. അമ്പലത്തിലെ നേദിക്കുന്ന ടൈം ആകുമ്പോൾ നടയൊന്ന് അടച്ചിടും. ആ ഒരു ടൈം എത്തിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പോ. അങ്ങനെ ഞങ്ങൾ എല്ലായിടവും ചുറ്റി നടന്ന് തൊഴുതിറങ്ങുന്നത് വരെ ഞാൻ റിതൂട്ടിനെ താഴെ വെച്ചിട്ടില്ല. കാരണം വേറൊന്നുമല്ല, താഴെ വെച്ച അപ്പോഴും ഓട്ടമാണ്. പ്രായം അതല്ലേ. അങ്ങനെ ഞങ്ങൾ അർച്ചനയും പ്രസാദവും ഒക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. റിതൂട്ടൻ ഊഞ്ഞാലാണോ എന്നൊക്കെ നോക്കുകയാണ്. കൂടാതെ ചെണ്ടയിലോട്ടും ഒരു നോട്ടമുണ്ട്. കുറി തൊട്ടത് നേരെയാണോ ചെക്ക് ചെയ്യാണ് ഞാൻ. അല്ലേ ഒരു സമാധാനം കിട്ടില്ല. ഇങ്ങനെ നോക്കിയ കൃഷ്ണമണി താഴെ പോകും. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേദിക്കുന്ന ടൈം ആയപ്പോ നടയടച്ചു. ഞങ്ങൾക്ക് തീർത്ഥവും പ്രസാദവും ഒന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പോസ്റ്റ് ആയി കുറച്ചു നേരം. റിതൂട്ടനാണ് സ്കൂട്ടിയുടെ കീ തരുന്നതേ ഇല്ല. എന്ത് സാധനം വേണോന്ന് പറഞ്ഞാലും കൊടുത്തില്ലെങ്കിൽ ഒരു വാശിക്കരച്ചിലുണ്ട്. ഇനി സ്വല്പ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്ത. റിതൂട്ടനാണ് കയറ് ഉരുവിട്ട് ആട്ടിൻകുട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അവനിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പറ്റില്ല. കാരണം സ്കൂട്ടിയുടെ കീ അവന്റെ കയ്യിലാണ്. എവിടെയെങ്കിലും കൊണ്ടു കളഞ്ഞാൽ വീട്ടിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവസാനം നടയൊക്കെ തുറന്നു തീർത്ഥവും പ്രസാദവും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ.